ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. കിഷ്കിന്ധ്യ കാണ്ഡം എന്ന സിനിമയുടെ കേരള വേൾഡ് വൈഡ് കളക്ഷനോടൊപ്പം തന്നെ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ കൂടി ഇപ്പോഴത്തെ പുറത്തു വന്നിരിക്കുകയാണ്. കേരളത്തിലും വിദേശ രാജ്യങ്ങളിലും റെക്കോർഡ് കളക്ഷൻ നേടിയെടുത്തതുപോലെ തന്നെ ഒരു ആസിഫ് അലി സിനിമയുടെ റെക്കോർഡ് റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷനും കിഷ്കിന്ധ്യ കാണ്ഡം നേടിയെടുത്തിരിക്കുന്നു എന്നാണ് സിനിമയുടെ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷനിൽ നിന്ന് വ്യക്തമാകുന്നത്. ആദ്യമേ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ കൃത്യം 12 ദിവസങ്ങൾ കൊണ്ട് ആസിഫ് അലിയുടെ കരിയറിലെ ആദ്യത്തെ 50 കോടി കളക്ഷൻ നേടിയെടുക്കുന്ന സിനിമയായിട്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കിഷ്കിന്ധ്യ കാണ്ഡം മറികടഞ്ഞിരിക്കുകയാണ്. ചിത്രം ഇന്നലത്തെ കളക്ഷനോടെ 50 കോടി കടന്നിരിക്കുകയാണ്. ഇന്നലെയും കേരള ബോക്സ് ഓഫീസിൽ 1,50,00,000 ഗ്രോസ് കളക്ഷൻ നേടിയെടുത്ത സിനിമയുടെ 12 ദിവസത്തെ കേരള ഗ്രോസ് 27 കോടിയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. വിദേശ രാജ്യത്തെ കളക്ഷൻ 19 കോടി 60 ലക്ഷത്തിലേക്കും എത്തപ്പെട്ടിരിക്കുകയാണ്. ഇന്നത്തോടെ സിനിമയുടെ ഓവർസീസ് കളക്ഷൻ 20 കോടി കടക്കുമെന്നും ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. ഇതിനിടയിൽ അണ്ടർറേറ്റഡ് ആയിപ്പോയ സിനിമയുടെ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ 4 കോടി രൂപയ്ക്ക് മുകളിലെ ഗ്രോസ് കളക്ഷൻ ആസിഫ് അലിയുടെ കിഷ്കിന്ധ്യ കാണ്ഡം റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ, അതായത് കേരളത്തിന് പുറത്തുള്ള ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും കളക്ഷൻ ഇട്ട് നേടിയെടുത്തിരിക്കുകയാണ്. പല മലയാളം സിനിമകൾക്ക് പോലും നല്ല അഭിപ്രായങ്ങൾ ലഭ്യമാകുന്ന സിനിമകൾക്ക് പോലും റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ ഇല്ലാത്ത കളക്ഷൻ കിഷ്കിന്ധ്യ കാണ്ഡം നേടിയെടുത്തു എന്നാണ് നിലവിൽ നാം മനസ്സിലാക്കുന്നത്. ആദ്യ ദിവസങ്ങളിൽ വളരെ വിരലെണ്ണാവുന്ന തിയേറ്ററുകളിൽ മാത്രമേ ചിത്രം റെസ്റ്റ് ഓഫ് ഇന്ത്യ മേഖലകളിൽ റിലീസ് ചെയ്തിരുന്നുള്ളൂ. ഇപ്പോഴത്തെ 12ാം ദിവസമായ ഇന്നലെ 25 ലക്ഷം റെസ്റ്റ് ഓഫ് ഇന്ത്യയിലെ ഗ്രോസ് കളക്ഷൻ വന്ന സിനിമ ആകെ 12 ദിവസങ്ങൾ കൊണ്ട് 4 കോടിയിലേറെ കളക്ഷൻ കിടക്കുന്നു എന്ന് പറയുമ്പോൾ സിനിമ വലിയ തരംഗമായിട്ട് റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ മാറി എന്നതിന്റെ സൂചന തന്നെയാണത്. എന്തായാലും ഒരു ആസിഫ് അലി സിനിമയ്ക്ക് ലഭ്യമാക്കുന്നതിൽ വെച്ച് എക്സ്ട്രീം നേട്ടമാണ് സിനിമ നിലവിൽ നേടിയെടുത്തുകൊണ്ടിരിക്കുന്നത്. കാത്തിരിക്കൂ സിനിമയുടെ കൂടുതൽ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾക്ക്.